ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിൽ അജ്ഞാതനെ കല്ലുകൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ തിരുവനന്തപുരം സ്വദേശി അറസ്റ്റിൽ. അരുവിക്കര വമ്മണ്ണൂർ രേവതി ഭവനിൽ മധുസൂദനൻ നായർ എന്ന 56-കാരനെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത്. കടം വാങ്ങിയത് തിരിച്ചു നൽകാത്തതിനെ തുടർന്നുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ചൊവ്വാഴ്ച രാവിലെയാണ് ഇതര സംസ്ഥാനക്കാരനായ 60 വയസ്സുകാരനെ ബസ് സ്റ്റാൻഡിലെ പോലീസ് എയ്ഡ് പോസ്റ്റിന് സമീപം കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കൊല്ലപ്പെട്ടയാൾ മധുസൂദനനിൽ നിന്ന് 2000 രൂപ കടം വാങ്ങിയിരുന്നു. 60-കാരന്റെ ഒപ്പമുണ്ടായിരുന്ന സ്ത്രീയാണ് കൊലപാതകം നടത്തിയത് എന്ന സംശയത്തിൽ ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു. പിന്നീടാണ് ഇവർക്ക് സംഭവത്തിൽ പങ്കില്ലെന്ന് പോലീസ് കണ്ടെത്തിയത്. കേസെടുത്ത പോലീസ് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ മധുസൂദനന്റെ സാന്നിധ്യം രാത്രി 11 മണി മുതൽ രാവിലെ വരെ സംഭവസ്ഥലത്ത് കണ്ടെത്തി. തുടർന്ന് ഇയാളുടെ ദൃശ്യങ്ങൾ പോലീസ് സ്റ്റേഷനുകളിലേക്കും സാമൂഹ്യമാധ്യമങ്ങളിലേക്കും ഷെയർ ചെയ്ത് അന്വേഷണം നടത്തി വരികയായിരുന്നു. ഇതിനിടയിൽ ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിലെത്തിയ ഇയാളെ മദ്യവിൽപ്പനശാലയ്ക്ക് സമീപത്തുനിന്നാണ് പിടികൂടിയത്. മരിച്ചെന്ന് മനസ്സിലാക്കിയ ഇയാൾ ചെറുപ്പളശ്ശേരിയിലേക്കും അവിടെ നിന്ന് പട്ടാമ്പിയിലേക്കും കടന്നു. തുടർന്ന് വിവരങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഒറ്റപ്പാലത്ത് വീണ്ടും എത്തിയതെന്ന് പോലീസ് പറഞ്ഞു. ഷൊർണൂർ ഡിവൈഎസ്പി സജു കെ എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. UTV ന്യൂസ്, പാലക്കാട്.